അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു ചെറിയ കഥാപ്രസംഗമാണ്. എൻ്റെ കഥയുടെ പേരാണ് രൂത്ത്. എങ്ങും പടർന്നു കിടക്കുന്ന പച്ച പുൽമേടുകളും കുന്നുകളും താഴ്വരകളും പുഴകളും വയലുകളും നിറഞ്ഞ ആ മൊഹാബെ ഗ്രാമത്തിലേക്ക് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയെ ക്ഷണിക്കുകയായിരുന്നു. അത് അവിടേക്ക് നോക്കൂ, ഒരു ചെറിയ വീട്. യഹൂദ വനിതയായ നവോമിയുടെ വീടാണത്. അവിടെ എന്തോ വിശേഷം നടക്കുകയാണെന്ന് തോന്നുന്നു. വിധവയായ നവോമിക്ക് 2 ആൺമക്കളാണ് ഉള്ളത്. അവരുടെ പേരാണ് മഹ്ലോനും കില്യോനും. അവരിന്ന് വിവാഹിതരായി. അവർ 2 പെൺകുട്ടികളെ വിവാഹം കഴിച്ച് അവരുടെ ഭവനത്തിലേക്ക് കൊണ്ടുവരികയാണ്. അവരുടെ പേരാണ് ഓർഫയും രൂത്തും. ഓർപ്പയും രൂത്തും അതിലാവണ്യവതികളാണ്, കൈതപ്പൂ നിറമുള്ള സുന്ദരിമാര്. ഓർപ്പയും രൂത്തും അതിലാവണ്യവതികളാണ്, കൈതപ്പൂ നിറമുള്ള സുന്ദരിമാര്. ഇളമാൻമിഴികളിൽ സ്വപ്നം മായുന്ന ശരീര തരുണികൾ ആയിരുന്നു. ഇളമാൻമിഴികളിൽ സ്വപ്നം മായുന്ന ശരീര തരുണികൾ ആയിരുന്നു. അതേ പ്രിയമുള്ളവരെ, നവോമിയുടെ മരുമക്കൾ സുന്ദരികളും സുശീലകളും കൈതപ്പൂ നിറമുള്ള സുന്ദരി പെൺകുട്ടികളുമായിരുന്നു. അവരെ പോലെ മറ്റൊരു പെൺകുട്ടികളും ആ മൊഹാബെ ഗ്രാമത്തിൽ ഇല്ലായിരുന്നു. അങ്ങനെ അമ്മമക്കൾ മരുമക്കൾ ദുഃഖങ്ങളും സന്തോഷങ്ങളും പങ്കിട്ട് സന്തോഷപൂർവ്വം ജീവിച്ചു. പക്ഷെ ആ സന്തോഷം അധികം നീണ്ടുന്നില്ല. മഹ്ലോനും കില്യോനും അവരുടെ പിതാവിനെ പോലെ അകാല മരണം അടഞ്ഞു. സന്തോഷം നിറഞ്ഞ വീട്ടിൽ ഒരു ദുഃഖത്തിന്റെ കരുതൽ മാത്രം. വിധവയായ നവോമി, മക്കൾ നഷ്ടപ്പെട്ട നവോമി, ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ട ഓർഫയും രൂത്തും. ദാരുണമായ ജീവിതം. കണ്ണീരിൽ കുതിർന്നിടാ നിൽപ്പോ സഹനത്തിൻ വേർപിരിയിൽ. കണ്ണീരിൽ കുതിർന്നിടാ നിൽപ്പോ സഹനത്തിൻ വേർപിരിയിൽ. ജീവിതം എന്നൊരു ഭാരമായി തീർന്നൊരു എങ്ങും മരണത്തിൻ ചിറകടി മാത്രം. എങ്ങും മരണത്തിൻ ചിറകടി മാത്രം. ദൈവമേ, ഞാൻ എന്ത് പാവം ചെയ്തിട്ടാണ് നീ എന്നെ ഇത്രയധികം ശിക്ഷിച്ചത്? നവോമി സ്വയം ചോദിച്ചു. ഒരു ദിവസം നവോമി ഓർഫനെയും രൂത്തിനെ അടുത്തേക്ക് വിളിച്ചു. ഓർഫ, രൂത്ത്, നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിലേക്ക് പോകൂ. എന്നെ ഓർത്ത് വിഷമിക്കണ്ട. നിങ്ങൾ ഇപ്പോഴും ചെറുപ്പമാണ്. നിങ്ങൾ പോയി മറ്റൊരു വിവാഹം കഴിച്ച് സന്തോഷപൂർവ്വം ജീവിക്കൂ. ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് പോകാം. ഓർഫ നവോമി പറഞ്ഞതനുസരിച്ച് അവളുടെ ഭവനത്തിലേക്ക് പോയി. പക്ഷേ രൂത്ത് നവോമിയെ വിട്ടുപോകാൻ തയ്യാറായില്ല. അവൾ ഇങ്ങനെ പറഞ്ഞു, അമ്മേ അമ്മേ, അങ്ങേ വിട്ടൊരു ജീവിതം ഇല്ലെനിക്ക്. അമ്മേ അമ്മേ, അങ്ങേ വിട്ടൊരു ജീവിതം ഇല്ലെനിക്ക്. അമ്മയുടെ നാട് എന്നുടെ നാട്, അമ്മയുടെ ദൈവം എന്നുടെ ദൈവം. മരണം മാത്രം നമ്മെ വേർപിരിക്കട്ടെ. മരണം മാത്രം നമ്മെ വേർപിരിക്കട്ടെ. നവോമി അത്ഭുതത്തോടെ അവളെ നോക്കി. എന്തു നല്ലവളാണിവൾ, ഒരു മാലാഖയെ പോലെ. ദൈവം എനിക്ക് ധന്യമായി തന്നത് ഒരു മാലാഖയെയാണോ? അങ്ങനെ രൂത്തും നവോമിയും ബെത്ലഹേമിലേക്ക് യാത്രയായി. ബെത്ലഹേമിൽ നവോമിയുടെ ബന്ധുക്കൾ അവരുടെ കഥ കേട്ട് അവരോട് സഹതാപം തോന്നി. ഒരു ദിവസം രൂത്ത് നവോമിയോട് ചോദിച്ചു, അമ്മേ, നമുക്ക് ജീവിക്കണ്ടേ? അതിനായി ഞാൻ വയലുകളിൽ പോയി കാല പറക്കാം. അത് വിറ്റ് നമുക്ക് ജീവിക്കാലോ. നവോമി സമ്മതിച്ചു. അങ്ങനെ രൂത്ത് വയലുകളിൽ പോയി അധികം കാല പറക്കി വിറ്റു. ഒരു ദിവസം നവോമി രൂത്തിനോട് ചോദിച്ചു, മോളെ, എനിക്ക് എവിടെ നിന്നാണ് ഇത്രയധികം കാലകൾ കിട്ടുന്നത്? അപ്പോൾ രൂത്ത് പറഞ്ഞു, അമ്മേ, എനിക്ക് ബോവാസ് എന്ന പേരുള്ള ഒരാളുടെ വയലിൽ നിന്നാണ് എനിക്ക് ഇത്രയധികം കാലകൾ കിട്ടുന്നത്. എന്ത്, ബോവാസോ? അവർ എൻ്റെ അകന്ന ബന്ധുവാണല്ലോ. അവൻ നല്ലവനും ധനികനുമാണ്. നീ അവിടെ തന്നെ പോകും മോളെ. ഒരു ദിവസം രൂത്ത് വയലുകളിൽ കാല പറക്കുമ്പോൾ ബോവാസ് അവളെ കണ്ടു. അവൻ
അവിടുത്തെ ഭൃത്യരെ വിളിച്ചു ചോദിച്ചു, ആരാണീ മോഹനങ്കി ഷാരോണിലെ സൂസന്ന പോലൊരുവൾ? ആരാണീ മോഹനങ്കി ഷാരോണിലെ സൂസന്ന പോലൊരുവൾ? പ്രഭോ, താങ്കളുടെ അകന്ന ബന്ധുവായ നവോമിയുടെ മരുമകളാണിവൾ. രൂത്ത്. ഓഹോ, രൂത്തോ, ഇവളെ കുറിച്ച് ഞാൻ അധികം കേട്ടിരിക്കുന്നു. ഇവൾ നല്ലവളാണ്. ഇവൾക്ക് ആവശ്യത്തിനധികം കാലകൾ കൊടുക്കൂ. അങ്ങനെ നാളുകൾ കഴിഞ്ഞു. ഒരു ദിവസം നവോമി രൂത്തിനോട് പറഞ്ഞു, മോളെ, എനിക്ക് നിന്നോടുള്ള കടമ തീർക്കാൻ സമയമായി. അതിനായി നീ അണിഞ്ഞൊരുങ്ങി സുഗന്ധതൈലം പൂശി ബോവാസിന്റെ വീട്ടിൽ പോകൂ. അങ്ങനെ ബോവാസ് അവളെ വിവാഹം ചെയ്തു. ദൈവം അവർക്ക് ധാന്യമായിട്ട് ഒരു പുത്രനെ നൽകി. അവന്റെ പേരാണ് ഓബേദ്. പ്രിയമുള്ളവരെ, നിങ്ങൾ നോക്കൂ, അങ്ങനെ രൂത്ത് ബൈബിളിൽ സ്ഥാനം പിടിച്ചിരിക്കുകയാണ്. എളിമയുടെ, താഴ്മയുടെ, സ്നേഹത്തിന്റെ, അനുഗ്രഹത്തിന്റെ ഒരു പ്രതീകമാണ് രൂത്ത്. എൻ്റെ ചെറിയ കഥാപ്രസംഗം കേട്ടിരുന്ന